ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ enthusiast ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 3 സിറങ്ങൾ. ഈ 3 സിറത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വലിയ സ്കിൻ കെയർ പ്രോബ്ലംസ് ഒന്നുമില്ല, എന്നാൽ ചെറിയ ചെറിയ ഹൈപ്പർ പിഗ്മെന്റേഷനും ആന്റി ഏജിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന 3 സിറങ്ങളെ പറ്റിയിട്ടാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട്. ആദ്യത്തെ സിറം വിറ്റാമിൻ സി സിറം ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വിറ്റാമിൻ സി എന്ന് വെച്ചാൽ ഒരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. മാത്രമല്ല ഇത് നമ്മുടെ സ്കിന്നിന്റെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഫോട്ടോ ഡാമേജ്, അതായത് സൺലൈറ്റ് കാരണം വന്നിട്ടുള്ള ചെറിയ ചെറിയ ഹൈപ്പർ പിഗ്മെന്റേഷനുകളൊക്കെ ആണെങ്കിലും നമുക്ക് വിറ്റാമിൻ സി കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അടുത്ത എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സ്കിൻ അൺഈവൻനെസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു സ്കിൻ ബ്രൈറ്റ്നെസ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ വിറ്റാമിൻ സി സിറം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അടുത്ത എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ വിറ്റാമിൻ സി എന്ന് പറയുമ്പോൾ നേരത്തെ ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പൊ നമ്മൾ വിറ്റാമിൻ സിയും നമ്മളൊരു സൺസ്ക്രീനും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് വരുന്ന സൺ ഡാമേജ് ഇല്ലേ, അതായത് നമ്മുടെ സൺലൈറ്റിൽ ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉണ്ട്, അത് നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് ഡാമേജ് ആക്കും. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽസിനെ തടയാൻ പറ്റുന്ന സാധനമാണ് ഈ ആന്റി ഓക്സിഡൻസ്. അപ്പൊ നമ്മൾ വിറ്റാമിൻ സി ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യു വി ലൈറ്റിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും വിറ്റാമിൻ സിക്ക് പറ്റും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവറോൾ വിറ്റാമിൻ സി സെറം യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രൊട്ടക്ഷനും കിട്ടും, ഒരു ചെറിയ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇനി ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ഹൈപ്പർ പിഗ്മെന്റേഷനെല്ലാം തടയാനും പറ്റും. ഒരു കൊളാജൻ ബൂസ്റ്റ് കിട്ടും. അങ്ങനെ ആന്റി ഏജിങ് സെറം ആയിട്ട് വിറ്റാമിൻ സി വർക്ക് ചെയ്യും. അടുത്ത ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ നമുക്ക് മെലാസ്മ, അതല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻസുകൾ, സിവിയർ ആയിട്ടുള്ള പിമ്പിൾ മാർക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വിറ്റാമിൻ സി കൊണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാറത്തില്ല. അത്രയും സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസ്, അതായത് കുറച്ച് അധികം ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോജിക് ആസിഡോ അല്ലെങ്കിൽ ആൽഫ ആർബിറ്റിനോ ട്രാൻഎക്സാമിക് ആസിഡോ അസലിക് ആസിഡോ ആൽഫ ആർബിറ്റിനോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക. വിറ്റാമിൻ സി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഞാൻ ഈ പറഞ്ഞ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറ്റാനും പറ്റും, ഒരു ആന്റി ഏജിങ് ബെനിഫിറ്റും കിട്ടും. പിന്നെ അടുത്തെന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖത്ത് ആക്റ്റീവായിട്ട് മോക്കൂരു ഉണ്ടെങ്കിൽ നിങ്ങൾ വിറ്റാമിൻ സി സെറം ഉപയോഗിക്കാനേ പാടില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ മോക്കൂരുവിന് ഓൾറെഡി ഇതിന് വിറ്റാമിൻ സിക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് സത്യമാണ്. പക്ഷേ നമ്മുടെ വിറ്റാമിൻ സി കുറച്ച് അസിഡിക് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി മോക്കുരുവൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ബാരിയർ കുറച്ച് ഡാമേജ് ആയിട്ടൊക്കെ ഇരിക്കുക അല്ലേ. അപ്പൊ നമ്മൾ വിറ്റാമിൻ സി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഓവറായിട്ട് ഇറിറ്റേറ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് ആക്റ്റീവ് ആക്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിറ്റാമിൻ സി ഉപയോഗിക്കാത്തതാണ് നല്ലത്. ഇനി എങ്ങനെ വിറ്റാമിൻ സി ഉപയോഗിക്കാം? നമ്മൾ വിറ്റാമിൻ സി എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ വേണം അപ്ലൈ ചെയ്യാൻ. അതായത് ഡ്രൈ സ്കിൻകാരിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുമ്പോൾ വേണം നമ്മൾ വിറ്റാമിൻ സി ഫേസിൽ അപ്ലൈ ചെയ്യാൻ. ഒന്നാമത്തത്. രണ്ടാമത്തേന്ന് വെച്ചാൽ വിറ്റാമിൻ സി പെട്ടെന്ന് ചീത്ത ഓക്സിഡൈസ് ആയി പോകുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിറ്റാമിൻ സി എപ്പോഴും നല്ല കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം. അതായത് പെട്ടെന്ന് ഒരുപാട് സൺലൈറ്റ് അടിക്കുന്നിടത്ത് കൊണ്ട് വിറ്റാമിൻ സി വെക്കരുത്. പിന്നെ മാക്സിമം ആ ഒരു ആംബർ ബോട്ടിൽ, അതായത് കറുത്ത കളർ ബോട്ടിലുള്ള വിറ്റാമിൻ സിസ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൈറ്റ് ക്ലിയർ ബോട്ടിൽസ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അല്ലെങ്കിൽ സൺലൈറ്റ് അകത്തോട്ട് കടക്കാത്ത ഒരു ഒപ്പേക് ടൈപ്പ് വൈറ്റ് ബോട്ടിലാണെങ്കിൽ കുഴപ്പമില്ല. അതല്ലാണ്ട് പ്യൂർ ക്ലീൻ ബോട്ടിലാണെങ്കിൽ വിറ്റാമിൻ സി വാങ്ങിച്ചിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് എന്ത് ടൈപ്പ് വിറ്റാമിൻ സി ആണ് നിങ്ങളുടെ സിറത്തിനകത്ത് ഉള്ളത് എന്ന് നോക്കണം. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ വിറ്റാമിൻ സി എല്ലാം അസ്കോർബിക് ആസിഡ് ആയിട്ടും കാണും, അല്ലെങ്കിൽ അസ്കോർബിൽ ഫാർമറ്റേറ്റ് എന്ന് പറയുന്ന ഒരു എസ്റ്റർ ഫോമിലൊക്കെയാണ് നമ്മൾ വിറ്റാമിൻ സി കാണുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾ എല്ലാ അസ്കോർബിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള വിറ്റാമിൻ സീസ് സെലക്ട് ചെയ്ത് എസ്റ്റർ ഫോമിലുള്ള വിറ്റാമിൻ സീസ് സെലക്ട് ചെയ്യുക. കാരണം സെൻസിറ്റീവ് സ്കിൻകാർക്ക് ചിലപ്പോൾ വിറ്റാമിൻ സി ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം വിറ്റാമിൻ സി ആയിട്ട് ജെല്ലായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിറ്റാമിൻ സി ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എസ്റ്റർ ഫോമിലുള്ള വിറ്റാമിൻ സീസ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കും. പിന്നെ നമ്മളിപ്പോ ചില വിറ്റാമിൻ സിസിലൊക്കെ പരസ്യത്തിൽ കാണും 3 വെറൈറ്റീസ് ഒരു വിറ്റാമിൻ സി ഉണ്ട്, അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള സെറംസ് എടുത്ത് നോക്കിയാൽ അതിന്റെ ഏറ്റവും അവസാനത്തെ ഇൻഗ്രീഡിയന്റ് ആയിരിക്കും വിറ്റാമിൻ സി. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് നയാസിനമൈഡ് ആണ്. അപ്പൊ അങ്ങനെ നോക്കരുത്, കോൺസെൻട്രേഷൻ വെച്ചിട്ട് നോക്കണം. നിങ്ങളൊരു വിറ്റാമിൻ സി സെറം വാങ്ങിക്കുമ്പോൾ അത് എത്ര കോൺസെൻട്രേഷൻ വിറ്റാമിൻ സി അതിനകത്ത് ഉണ്ട് എന്ന് നോക്കണം. 5%, 10%, 15, 20 അത്രയൊക്കെ ഉണ്ടാവും. നമുക്കിപ്പോൾ 15, 20 അത്രയൊന്നും വേണ്ട. നമുക്ക് 5 to 10% ഇടയിൽ നമ്മൾ വിറ്റാമിൻ സി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും സേഫ്. പിന്നെ ബിഗിനർ ആണെങ്കിൽ 5% ആണ് ഏറ്റവും നല്ലത്. പിന്നെ ഓയിലി സ്കിൻകാർക്കും ഡ്രൈ സ്കിൻകാർക്കും കോമ്പിനേഷൻ സ്കിൻകാർക്കും നോർമൽ സ്കിൻകാർക്കും ഒക്കെ വിറ്റാമിൻ സി യൂസ് ചെയ്യും. സെൻസിറ്റീവ് സ്കിൻകാർ ഒന്ന് ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. ആക്റ്റീവ് പിമ്പിൾസ് ഉള്ള ആൾക്കാർ വിറ്റാമിൻ സി യൂസ് ചെയ്യും, ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തതാണ് വിറ്റാമിൻ സി ഏതൊക്കെ സമയത്ത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാന്നുള്ളത്. വിറ്റാമിൻ സി നമുക്ക് മോർണിംഗും ഈവനിങ്ങും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഏറ്റവും നല്ലത് വിറ്റാമിൻ സി മോർണിംഗിൽ ഉപയോഗിക്കുന്നതാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, സൺ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും.
അതുകൊണ്ട് മോർണിംഗിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പക്ഷെ നിങ്ങൾ മോർണിംഗിൽ വിറ്റാമിൻ സി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നല്ല SPF ഉള്ള ഒരു സൺസ്ക്രീൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. അതായത് നിങ്ങൾ വെറുതെ ഒരു തുമ്പിലൊരു ചെറിയ കോയിൻ സൈസ് സൺസ്ക്രീൻ എടുത്ത് അപ്ലൈ ചെയ്യരുത്. കറക്റ്റ് 2 ഫിംഗർ റൂളിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഒരുപാട് പ്രാവശ്യം സൺ എക്സ്പോഷർ കിട്ടുന്നു എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ റീ അപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കുക. കാരണം ഇത് ഓൾറെഡി ഓക്സിഡൈസ് ആവുന്ന സാധനമാണ്. അപ്പൊ നമുക്കറിയാൻ പറ്റില്ല, വിറ്റാമിൻ സി പെട്ടെന്ന് ഓക്സിഡൈസ് ആവുന്ന സാധനമാണ്. അപ്പൊ അത് നമ്മൾ മുഖത്തിട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങി പ്രോപ്പറായിട്ട് സൺ പ്രൊട്ടക്ഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം കറുക്കും. അതുകൊണ്ടാണ് അത് അങ്ങനത്തെ കറുത്ത ബോട്ടിലൊക്കെ വെക്കുന്നത്. അപ്പം നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കാം. അതിന് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ വിറ്റാമിൻ സി സെറം നമ്മൾ ഡാമേജ് ആവും, പക്ഷെ നമ്മൾ അറിയത്തില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ വാങ്ങിക്കുമ്പോൾ വിറ്റാമിൻ സി ഒരു വൈറ്റ് കളർ ആയിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും നിങ്ങൾ നിങ്ങൾ അതിന്റെ ഡ്രോപ്പർ മുഖത്ത് തട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടാമിനേഷൻ ഒക്കെ വന്നിട്ട് നിങ്ങളുടെ വിറ്റാമിൻ സി ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ബ്രൗണിഷ് ഓറഞ്ച് കളറിലോട്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വിറ്റാമിൻ സി ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ വിറ്റാമിൻ സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂക്കുരു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ആ വിറ്റാമിൻ സി സെറം ഡാമേജ്ഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ്. എനിക്ക് എക്സാമ്പിൾ കാണിക്കാനാണെങ്കിലൊക്കെ ഇതിന്റെ വിറ്റാമിൻ സി സെറത്തിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കൊടുക്കാം, ഇവിടെ ഐക്കാർഡ് കൊടുക്കാം. അതിനകത്ത് ആ ഒരു പോർഷൻ ഉണ്ട്, ഞാൻ കറക്റ്റ് ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു വിറ്റാമിൻ സി കാണിക്കുന്നുണ്ട്. പ്രസന്റ് എന്റെ ബോട്ടിൽ എന്റെ കയ്യിലില്ല. അപ്പൊ അതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു യെല്ലോ കളറായിട്ട് മാറിയിട്ടുണ്ട് വിറ്റാമിൻ സി. അപ്പൊ അങ്ങനെയുള്ള വിറ്റാമിൻ സീസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്ത്. പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ലേ, ഷോർട്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏതൊരു സെറം വാങ്ങിക്കുമ്പോഴും അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കണം. പിന്നെ അത് തുറന്നിട്ട് എത്ര നാൾ അത് ഉപയോഗിക്കാന്ന് നോക്കണം. വിറ്റാമിൻ സി കറക്റ്റ് അത്രയും അതിന്റെ ഇടയിലൊക്കെ യൂസ് ചെയ്യാവുള്ളൂ. കാരണം പെട്ടെന്ന് ഓക്സിഡൈസ് ആവുന്നതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കും. പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് പലരും ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഒരു തരത്തിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാന്നല്ല, അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ ഒക്കെ വെച്ചിട്ട് കവർ ചെയ്യുന്നതൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ നമുക്ക് നല്ലതാണ്. പക്ഷെ നിങ്ങൾക്ക് ഓക്കെ ഫൈൻ, എന്നെ കൊണ്ട് വിറ്റാമിൻ സി ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓക്സിഡൈസ് ആവുന്നു തോന്നുകയാണെങ്കിൽ പമ്പിൽ ഉള്ള വിറ്റാമിൻ സീസ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഫോക്സ്റ്റൈലിലൊക്കെ അങ്ങനെ പമ്പിലുള്ള വിറ്റാമിൻ സീസ് ഉണ്ട്, അതൊന്ന് വാങ്ങിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇത്രയാണ് വിറ്റാമിൻ സി സെറത്തിനെ പറ്റി പറയാനുള്ളത്. മാത്രമല്ല നമ്മുടെ നോർമൽ സ്കിൻ കെയറിൽ വിറ്റാമിൻ സിയുടെ ഇമ്പോർട്ടൻസ് അതാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സ്കിൻ കണ്ട് നിങ്ങൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടി മാത്രമാണ് ഒരു സിറം നോക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ല സ്കിൻ ഹൈപ്പർ പിഗ്മെന്റേഷൻ മൈൽഡ് ബ്രൈറ്റ്നസ് ഒക്കെ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോജിക് ആസിഡ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എക്സ്ട്രീം ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റുകയാണെങ്കിൽ കോജിക് ആസിഡോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഇൻഗ്രീഡിയന്റ് നോക്കുക. പക്ഷെ ചെറിയ ചെറിയ ഹൈപ്പർ പിഗ്മെന്റേഷൻസ് ഒക്കെ ഉള്ളൂ, ചെറിയ രീതിയിലുള്ള ഒരു അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ ഇല്ലെങ്കിൽ നമ്മൾ വിറ്റാമിൻ സി ഉപയോഗിച്ച് അത് മാറുകയും ചെയ്യും. പക്ഷെ പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പക്ഷെ ഞാൻ സിവിയർ കേസ് ഒക്കെ ആണെങ്കിൽ കോജിക് ആസിഡ് ഒക്കെ തന്നെ യൂസ് ചെയ്യണം. മെലാസ്മ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ നല്ല പിമ്പിൾ മാർക്സ് ഒക്കെ ആണെങ്കിൽ കോജിക് ആസിഡ് യൂസ് ചെയ്യുക. സൺലൈറ്റ് കാരണം ഉണ്ടായിട്ടുള്ള ചെറിയ കുത്തുകളൊക്കെ ആണെങ്കിലും ചെറിയ അൺഈവൻ സ്കിൻ ടോണും ടാനിങ്ങും ഒക്കെ ആണെങ്കിൽ വിറ്റാമിൻ സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറാൻ പറ്റും. രണ്ടാമത്തെ സീറം ആണ് റെറ്റിനോൾ. റെറ്റിനോൾ നമ്മൾ പ്രധാനമായിട്ടും ആന്റി ഏജിങ്ങിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വേറെ ഒരുപാട് കാര്യത്തിന് നമ്മൾ ആ റെറ്റിനോൾ ഹെൽപ്പ് ചെയ്യും. എന്തൊക്കെയാന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരുപാട് ഓപ്പൺ പോസ് ഉണ്ടെങ്കിൽ, ഓയിലി സ്കിൻ ആണെങ്കിൽ, പിമ്പിൾസ് ഉണ്ടെങ്കിൽ, പിന്നെ ചെറിയ മൈൽഡ് ആയിട്ടുള്ള ആക്നെ സ്കാർ, മൈൽഡ്, ഞാൻ വലിയ വലിയ കുഴികളല്ല ഉദ്ദേശിക്കുന്നത്, ചെറിയ ചെറിയ ആക്നെ സ്കാർസ് ഒക്കെ ആണെങ്കിൽ അത് മാറ്റാനും ഓപ്പൺ പോസ് മാറ്റാനും ഒക്കെ നമുക്ക് റെറ്റിനോൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്തുകൊണ്ടാണ് റെറ്റിനോൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റെറ്റിനോൾ വിറ്റാമിൻ സിയെക്കാളും നല്ല രീതിയിൽ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വിറ്റാമിൻ എ ഡെറിവേറ്റീവ് ആണ് റെറ്റിനോൾ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിനൊക്കെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ റെറ്റിനോൾ ഹെൽപ്പ് ചെയ്യുന്നത്. മാത്രമല്ല അത് ചെറിയ രീതിയിൽ നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് റെറ്റിനോൾ ഈ മോക്കുരുവിനും ഹൈപ്പർ പിഗ്മെന്റേഷൻ കാരണം മൈൽഡ് എക്സ്ഫോളിയേഷൻ ഉള്ളതുകൊണ്ട് ചെറിയ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ റെറ്റിനോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാർബിന് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും. അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കൊളാജൻ ബൂസ്റ്റ് കാരണം ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് റെറ്റിനോൾ ഉപയോഗിച്ചാൽ കുറേ സ്കിൻ പ്രോബ്ലംസ് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ പറയുന്നത് ഇതൊന്നും നമ്മൾ ഈ സിവിയർ കേസുകളല്ല കേട്ടോ ഞാൻ പറയുന്നത്. ചെറിയ 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 രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സിവിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ട സാധനങ്ങൾ തന്നെ വേണം യൂസ് ചെയ്യാൻ. ഇപ്പം ഭയങ്കരമായിട്ട് ഓപ്പൺ പോസും ഭയങ്കരമായിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് സിറം തന്നെ യൂസ് ചെയ്യണം. ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ സാലിസിലിക് ആസിഡ് സിറം തന്നെ യൂസ് ചെയ്യണം. മൈൽഡ് ആയിട്ട് നോർമൽ സ്കിന്നിലൊക്കെ ഉള്ള ആൾക്ക് നോർമൽ ആയിട്ടുള്ള ഹൈപ്പർ പിഗ്മെന്റേഷനോ ഡാർക്ക് സ്പോട്ട്സോ ആന്റി ഏജിങ്ങോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾ മാത്രം യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് സിറംസ് ആഡ് ഓൺ ചെയ്താൽ മതി. പിന്നെ അടുത്ത് നിങ്ങൾ റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആഴ്ചയിൽ 7 ദിവസം റെറ്റിനോൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. 4 ദിവസമൊക്കെ മാത്രം റെറ്റിനോൾ ഉപയോഗിച്ചാൽ മതി. പിന്നെ രാവിലെയും വൈകിട്ടും റെറ്റിനോൾ ഉപയോഗിക്കരുത്. അത് നിങ്ങൾ വൈകിട്ട് മാത്രം യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ റെറ്റിനോളും വിറ്റാമിൻ സിയും കൂടെ നിങ്ങളുടെ സ്കിൻ കെയറിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മോർണിംഗിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യുക, നൈറ്റിൽ റെറ്റിനോൾ ഉപയോഗിക്കുക. രണ്ടും കൂടെ ഒരു നേരം ഉപയോഗിക്കുക. അതായത് വിറ്റാമിൻ സിയും കൂടെ എടുത്തിട്ട് രാത്രി ഉപയോഗിക്കരുത്. സ്കിൻ ഒരുപാട് പീലിംഗ് ആവും. അടുത്ത റെറ്റിനോളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം,
24 വയസ്സിന് മുകളിലോട്ടുള്ളവർ മാത്രമേ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ റെറ്റിനോൾ ഉപയോഗിക്കാവുള്ളൂ. 18 വയസ്സും 15 വയസ്സും 21 വയസ്സും ഒന്നും ഉള്ളവർ റെറ്റിനോൾ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് സ്കാറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ അഡ്വൈസോ എടുത്തിട്ട് യൂസ് ചെയ്തു. പക്ഷെ അല്ല എന്നുണ്ടെങ്കിൽ 24 ഇയേഴ്സിന് മുകളിലോട്ടുള്ളവർ മാത്രം റെറ്റിനോൾ ഉപയോഗിക്കുക. കാരണം ഞാൻ ഈ ഏജ് പറയാൻ കാരണം ആ ഏജ് അനുസരിച്ചാണ് നമ്മുടെ സ്കിന്നിന്റെ ചേഞ്ചസ് വരുന്നത്, കൊളാജൻ ബൂസ്റ്റ് ഒക്കെ വരുന്നത്. അപ്പൊ നമ്മൾ 24 വയസ്സൊക്കെ കഴിയുമ്പോഴേ നമുക്ക് അതിന് അത്രയും കൊളാജൻ ബൂസ്റ്റ് ഒക്കെ നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ്. അടുത്തതെന്ന് വെച്ചാൽ റെറ്റിനോൾ ഉപയോഗിക്കുന്നതിന് മുന്നേ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, സ്കിൻ പർച്ചിങ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്ന് വെച്ചാൽ അത് നമ്മുടെ റെറ്റിനോൾ വർക്ക് ചെയ്യുന്നു ഉള്ളൊരു ഇതാണ് അത് ആ സ്കിൻ പർച്ചിങ് വരുന്നത്. നോർമലി അതിന് നമ്മളൊരു പേര് പറയും, റെറ്റിനോൾ അഗ്ലിങ് എന്ന് വരെ പറയും. അപ്പൊ അത് ഞാനൊക്കെ അതിന്റെ രക്തസാക്ഷികളായിട്ടുള്ള ആളാണ്. എനിവേസ്, അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയാണോ റെറ്റിനോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആ സ്ഥലത്തായിരിക്കും പർച്ചിങ് വരുന്നത്. പിന്നെ മറ്റുള്ള സിറംസ് യൂസ് ചെയ്യുന്ന പോലെ ഇത് ഒരുപാടൊന്നും എടുത്ത് യൂസ് ചെയ്ത്, മറ്റേത് നമ്മൾ 3 to 4 ഡ്രോപ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് 1 to 2 ഡ്രോപ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ക്രീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു പി സൈസ്, ചെറിയൊരു പി സൈസ് മാത്രം റെറ്റിനോളിന്റെ ആവശ്യമേ മൊത്തത്തിലുള്ളൂ. നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് ഡൗട്ട് തോന്നി ഈശ്വര ഇത്രയും മതി, അത്രയും മതി. പിന്നെ റെറ്റിനോൾ ഉപയോഗിക്കുകയാണെങ്കിൽ വിറ്റാമിൻ സി ഉപയോഗിച്ചതുപോലെ തന്നെ അത് ഉപയോഗിക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാൻ മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ വിറ്റാമിൻ സി റെറ്റിനോളും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആന്റി ഏജിങ് ഓൾമോസ്റ്റ് സ്കിൻ കെയർ റുട്ടീൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി എന്ന് വേണം പറയാം. അപ്പോൾ ഓൾമോസ്റ്റ് 24 ഇയേഴ്സിന് എബോ ഉള്ള അല്ലെങ്കിൽ 40 ഇയേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് നിങ്ങൾ നോർമൽ നിങ്ങളുടെ സ്കിൻ കെയറിന്റെ കൂടെ ഈ 2 സിറം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരുവിധം സ്കിൻ പ്രോബ്ലംസ് ഒക്കെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധമുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനും പറ്റും. ഒരു 10-20 സ്കിൻ കെയർ സ്കിൻ കെയർ സാധനങ്ങളൊന്നും യൂസ് ചെയ്യണ്ട. പിന്നെ അടുത്തേന്ന് വെച്ചാൽ നിങ്ങൾ റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ ഒന്ന് കൺട്രോൾ ആവുന്നത് നിങ്ങളുടെ സ്കിൻ ചിലപ്പോൾ ഒന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങളുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുക. ഇത് എപ്പോഴും ഡ്രൈ സ്കിന്നിൽ വേണം റെറ്റിനോൾ അപ്ലൈ ചെയ്യാൻ. ആരും നല്ല നനവുള്ള സ്കിന്നിൽ റെറ്റിനോൾ അപ്ലൈ ചെയ്യരുത്. അത് റെറ്റിനോൾ നശിച്ചു പോകുന്നതുകൊണ്ടല്ല, നമ്മൾ നനഞ്ഞ സ്കിന്നിലാണ് നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല ഡീപ്പിലോട്ട് അത് അബ്സോർബ് ചെയ്യും. നമുക്ക് റെറ്റിനോൾ അത്ര അബ്സോർബ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ നനഞ്ഞ സ്കിന്നിലാണ് റെറ്റിനോൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ ഇറിറ്റേഷൻ വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പൊ എപ്പോഴും ഫേസ് ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം റെറ്റിനോൾ സിറം അല്ലെങ്കിൽ ക്രീം ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ വിറ്റാമിൻ സിയുടെ കൂടെ ഉപയോഗിക്കുന്നത്. പിന്നെ റെറ്റിനോൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ സാലിസിലിക് ആസിഡ്, റെറ്റിനോൾ മാത്രമല്ല വിറ്റാമിൻ സി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിലും സാലിസിലിക് ആസിഡ്, അതല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, പിന്നെ വിറ്റാമിൻ സി റെറ്റിനോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒരുമിച്ച് ഉപയോഗിക്കുന്നത്. ഇത്രയും ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്കിൻ ഇറിറ്റേഷൻസ് വരും. പിന്നെ നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിലോ ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിലോ നിങ്ങൾ ഒരിക്കലും, അല്ല നിങ്ങൾ കുട്ടികൾ ആവാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ മാക്സിമം കുട്ടികളാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പ്രഗ്നൻസി അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഒരിക്കലും റെറ്റിനോൾ നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ട് മൾട്ടിപെപ്റ്റൈഡ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പെപ്റ്റൈഡ് സിറംസ് യൂസ് ചെയ്യുക. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്തു തരാം കേട്ടോ. അപ്പൊ അതാണ് റെറ്റിനോളിനെ പറ്റി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ റെറ്റിനോളിനെ പറ്റി കൂടുതൽ പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി 2 വീഡിയോ റെറ്റിനോളിനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഓവറായിട്ട് നിങ്ങളെ കൺഫ്യൂസ്ഡ് അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ഒന്നും ആക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് അയക്കാടി കൊടുക്കാം, അതൊന്ന് കണ്ടുവയ്ക്കൽ റെറ്റിനോളിനെ പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. മൂന്നാമത്താണ് പീലിംഗ് സൊല്യൂഷൻ അല്ലെങ്കിൽ എക്സ്ഫോളിയേഷൻ. ഞാൻ എപ്പോഴും പറയും, ഞാൻ ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. കെമിക്കൽ എക്സ്ഫോളിയേഷൻ ആണ് എപ്പോഴും സ്കിന്നിന് നല്ലത്. കാരണം നമ്മൾ പ്രോപ്പർ ആയിട്ട് സിറം അപ്ലൈ ചെയ്യുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല, സ്കിൻ ഇറിറ്റേഷൻസ് ഒന്നും വരാൻ പോണില്ല. പക്ഷേ ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ ആണ് നടത്തുന്നതെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. എക്സ്ഫോളിയേഷൻ വീഡിയോ ഇവിടെ കൊടുക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ മൂന്നാമത്തെ സിറത്തിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് AHA, BHA, PHA സൊല്യൂഷൻസുകളാണ്. അതിനകത്ത് AHA എന്ന് വെച്ചാൽ ആൽഫ ഹൈഡ്രോക്സി ആസിഡ്, BHA ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്, പിന്നെ പോളി ഹൈഡ്രോക്സി ആസിഡ്. ഇത് മൂന്നുമാണ് നമ്മൾ പീലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. AHA വരുന്നതാണ് ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, അതൊക്കെ. BHA വരും മെയിൻ ആയിട്ട് വരുന്നത് സാലിസിലിക് ആസിഡ് ആണ്. പിന്നെ PHA കുറേ ആസിഡുകളും ഒരുമിച്ച് ചേർന്നിട്ടാണ് നമ്മൾ PHA എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ AHA ആയിരിക്കും നമുക്ക് എപ്പോഴും കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. BHA എപ്പോഴും ഒരു 2% അല്ലെങ്കിൽ 5% ഇടയിൽ ഉണ്ടാവുള്ളൂ. PHA ചിലപ്പോൾ ഒരു 2-3 അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ പീലിംഗ് സൊല്യൂഷൻ ഇമ്പോർട്ടന്റ് എന്തെന്ന് വെച്ചാൽ ഇപ്പൊ നോർമലി എല്ലാവരുടെ മെയിൻ ആയിട്ട് പറയുന്ന പ്രശ്നമാണ് എനിക്ക് സ്കിന്നിന് ഡൾനെസ് ഉണ്ടെന്ന്. ഈ ഡൾനെസിന്റെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഡെഡ് സ്കിൻ അക്യൂമുലേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. കാരണം ഈ ഒരു ഗ്ലോയി സ്കിൻ എന്നൊക്കെ പറയുന്ന സാധനം, അല്ലെങ്കിൽ കൊറിയൻ ഗ്ലാസ് സ്കിൻ, അല്ലെങ്കിൽ നല്ല ഷൈനി സ്കിൻ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് ആ ഒരു വെട്ടൽ നമ്മുടെ സ്കിന്നിനകത്ത് ഒരു തിളക്കം കിട്ടുന്നത്. ഡെഡ് സ്കിന്നാണ് നമ്മൾക്ക് ഉള്ളതെങ്കിൽ പ്രോപ്പറായിട്ട് ലൈറ്റ് അടിക്കലും ആ ഒരു ഗ്ലോയിനെസ്സും ഒന്നും കിട്ടത്തില്ല. അങ്ങനെയാണ് നമ്മുടെ സ്കിൻ ഒന്ന് ഡൾ ആവുന്നത്. അതുകൊണ്ടാണ് എക്സ്ഫോളിയേഷൻ ഒരു സ്കിൻ കെയർ ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ എപ്പോഴും പറയുന്നത്. ഡെഡ് സ്കിൻ നമ്മുടെ സ്കിന്നിന് ആവശ്യമില്ല, ഉണ്ട്. അതിനാണ് നമ്മൾ ഔട്ടർ ലെയർ എന്ന് പറയുന്നത്, അത് അവിടെ നിന്നുണ്ട്.
അല്ലാതെ നമ്മൾ ഔട്ടർ ലെയർ ഒരുപാട് വന്ന് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡൾനെസ് ഉണ്ടാവുന്നത്. അപ്പൊ അതിന് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഡെഡ് സ്കിൻ തങ്ങി പോകത്തില്ല. അപ്പൊ നമ്മളായിട്ട് സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതുകൊണ്ടാണ് എക്സ്ഫോളിയേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇനി എങ്ങനെയാണ് എക്സ്ഫോളിയേറ്റിംഗ് സെറംസ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഡെഡ് സ്കിൻസുകൾ പിടിച്ചു നിർത്തുന്ന ഒരു ബോണ്ട് ഉണ്ടല്ലോ, ആ ബോണ്ടിനെ ഡിസോൾവ് ചെയ്തിട്ട് നമുക്ക് ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഗ്ലൈക്കോളിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ടും മൈൽഡ് എക്സ്ഫോളിയേഷൻ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് BHA ഉണ്ടാവുമല്ലോ, BHA ആണ് സാലിസിലിക് ആസിഡ്. ഇത് ഓയിൽ കൺട്രോൾ ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഒക്കെ ആയിട്ട് സഹായിക്കും. പിന്നെ PH ഒരു മൊത്തത്തിലൊരു ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനും ഒരു മൊത്തത്തിൽ എല്ലാ കാര്യം ചെയ്യുന്ന ആൾക്കാരാണ് PH. പിന്നെ നിങ്ങളത് ഒരുപാട് സെൻസിറ്റീവ് സ്കിൻ ആണ്, നിങ്ങൾക്ക് അതുകൊണ്ട് ഇപ്പൊ പീലിംഗ് സൊല്യൂഷൻസ് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് PH മാത്രമുള്ള ടോണേഴ്സുകൾ. അത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്തോ അല്ലെങ്കിൽ വീക്കിലി വൺസോ ട്വൈസോ ഒക്കെ യൂസ് ചെയ്താലും മതി. നിങ്ങൾക്ക് പീലിംഗ് സൊല്യൂഷൻസ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് HA BHA ടോണേഴ്സ് ഒക്കെ തന്നെ ആയിട്ട് കിട്ടും, അത് യൂസ് ചെയ്താലും മതി. സൊല്യൂഷനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ഇത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. 1. 2, നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യവും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. പിന്നെ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ആരും കയറി 30% ഒന്നും വാങ്ങിച്ച് ഉപയോഗിക്കരുത്. 10% AHA ഒക്കെ തന്നെ മതി. ഇത് പ്ലമ്മിലൊക്കെ നല്ല ഓപ്ഷൻസ് ഉണ്ട്. പ്ലമ്മിലും ഡെർമോക്കോയിലും ഒക്കെ നല്ല ഓപ്ഷൻ ഉണ്ട്. ഡോട്ട് ആൻഡ് ഗീയിലും ഒക്കെ ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി റെക്കമെൻഡേഷൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. ഞാൻ എങ്ങനെ കെമിക്കൽ പീൽ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒക്കെ വീഡിയോ ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ഡെമോൺസ്ട്രേഷൻ അതിൽ കൂടെ മനസ്സിലാവും. അപ്പൊ അതാണ് എക്സ്ഫോളിയേഷൻ ഇമ്പോർട്ടൻസ്. അപ്പൊ നിങ്ങളിത് നോർമൽ സ്കിന്നാണ്, വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എക്സ്ഫോളിയേഷൻ ചെയ്ത് വിറ്റാമിൻ സി റെറ്റിനോൾ ഒക്കെ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു സ്കിൻ കിട്ടും. പിന്നെ അടുത്തെന്ന് വെച്ചാൽ നിങ്ങൾ എന്നാണോ പീലിംഗ് സൊല്യൂഷൻസ് ഉപയോഗിക്കുന്നത് അത് മാക്സിമം പിറ്റേ നിങ്ങൾ പുറത്തോട്ടൊന്നും അധികം പോവാത്ത ദിവസങ്ങളിൽ യൂസ് ചെയ്യുക. 1. അത് യൂസ് ചെയ്യുന്നതിന്റെ അന്ന് റെറ്റിനോളോ വിറ്റാമിൻ സിയോ അന്ന് ആ സെയിം ഡേയിൽ നൈറ്റിൽ നിങ്ങൾ യൂസ് ചെയ്യരുത്. പീലിംഗ് സൊല്യൂഷൻ നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ആ നൈറ്റിൽ റെറ്റിനോളും വിറ്റാമിൻ സിയോ ഒന്നും നിങ്ങളുടെ സ്കിൻ കെയറിൽ ആഡ് ചെയ്യരുത്. നല്ല രീതിയിൽ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിറ്റേന്ന് രാവിലെ മസ്റ്റ് ആയിട്ടും SPF 50 PA4+ ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക. കാരണം നമ്മൾ നമ്മുടെ സ്കിന്നിന്റെ ഡെഡ് സ്കിന്നുകൾ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ സണ്ണിലോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് സൺ പ്രൊട്ടക്ഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇത് ഞാൻ ഈ പറഞ്ഞ 3 സിറംസ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇത് 3 നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യുക. കാരണം നമ്മുടെ സ്കിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് സൺസ്ക്രീൻ, മുഖത്ത് മാത്രമല്ല ബോഡിയിൽ. അപ്പൊ നോർമലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ 3 സിറങ്ങളെ പറ്റി മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും ഞാൻ വരും. ട്യൂസ്ഡേയുടെ ക്വസ്റ്റ്യൻസിന്റെ കാര്യം മറക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് അന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. Till dates, Lakshmi signing off. Ta-ta.